മഞ്ചേരി നഗരസഭാ കൗൺസിലർ തലാപ്പിൽ അബ്ദുൽ ജലീൽ കൊലപാതകത്തിൽ 3 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ച മഞ്ചേരി 3-ാം അഡീഷണൽ സെഷൻസ് കോടതി ഷുഹൈബ്, ഷംസീർ, അബ്ദുൽ മാജിദ് എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. 3 പേരും 1 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. വിധിയിൽ തൃപ്തിയുണ്ട് എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ KV സാബു പറഞ്ഞു. നീതിന്യായ വ്യവസ്ഥയോട് യാതൊരു ബഹുമാനവും യാതൊരു അനുകമ്പയും കാണിക്കാത്ത 3 പ്രതികളെ വളരെ നിഷ്ഠൂരമായിട്ടാണ് അബ്ദുൽ ജലീൽ എന്ന കുഞ്ഞാൻ എന്നവരെ, അന്ന് കൗൺസിലറായിരുന്ന അദ്ദേഹത്തെ കല്ല് ഉപയോഗിച്ച് അടിച്ച് കൊല ചെയ്തിട്ട് 3 പ്രതികളെയും കുറ്റക്കാരാണെന്ന് കണ്ട് 3 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് കോടതി കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഭീഷണിപ്പെടുത്തിയതിന് പ്രത്യേക ശിക്ഷ വേറെയും കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ വീതം 3 പ്രതികളും മരിച്ചുപോയ കുഞ്ഞാൻ്റെ കുടുംബത്തിന് നൽകാനും ഉത്തരവായിട്ടുണ്ട്. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുകയാണ്. മുബഷിർ, അബ്ദുൽ ജലീൽ കൊലക്കേസിന്റെയും ഒപ്പം ഈ കോടതി വിധിയുടെയും കൂടുതൽ വിവരങ്ങൾ പറയും. 2022 നാടിനെ നടുക്കിയ ദാരുണമായിട്ടുള്ള ഈ സംഭവത്തിലാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട വിധി ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. പൊതുപ്രവർത്തന മുസ്ലിം ലീഗ് നേതാവും മഞ്ചേരി നഗരസഭാ കൗൺസിലറുമായിരുന്ന അബ്ദുൽ ജലീലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രധാന വിധി ഇന്ന് മഞ്ചേരി കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. ഇതിൽ ജലീലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 3 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ജഡ്ജി എസ് സൂരജാണ് സുപ്രധാന വിധി ഇന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 3 പ്രതികളും 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കേണ്ടതുണ്ട്. 1-ാം പ്രതി നെല്ലിക്കുത്ത് സ്വദേശി ഷുഹൈബ് എന്ന കൊച്ചു 29 വയസ്സ് പ്രായമുള്ള യുവാവാണ്. ഇയാളാണ് ജലീലിനെ ക്രൂരമായിട്ട് മർദ്ദിച്ചതായിട്ട് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. 2-ാം പ്രതി നെല്ലിക്കുത്ത് ഒലിപ്രക്കാട് അബ്ദുൽ മാജിദ് 30 വയസ്സ് പ്രായമുള്ള 2-ാം പ്രതിയാണ്. 3-ാം പ്രതി 36 വയസ്സുള്ള പാണ്ടിക്കാട് വള്ളുവങ്ങാട് സ്വദേശി ഷംസീർ എന്നിവർക്കെതിരെയാണ് കോടതി ഏറ്റവും പ്രധാനപ്പെട്ട വിധി ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്ന 2022 മാർച്ച് 29-നായിരുന്നു. രാത്രി 10 മണിയോടുകൂടിയായിരുന്നു. കേവലം ചെറിയ വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ ഒരു സംഭവമായിരുന്നു. ഒരു കൊലപാതകത്തിന് തന്നെ കാരണമാകുന്ന മർദ്ദനമായി അവിടെ മാറുന്നത്. 1-ാം പ്രതി ഷുഹൈബിന്റെ നേതൃത്വത്തിലായിരുന്നു അബ്ദുൽ ജലീലിനെ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചികിത്സയിൽ തുടർന്നതിനിടയിൽ 30-ാം തീയതി കൂടി അബ്ദുൽ ജലീലിന്റെ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. വിധി പറയാൻ നിശ്ചയിച്ച കഴിഞ്ഞ വ്യാഴാഴ്ച ഈ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ള ഷുഹൈബ് മുങ്ങിയതിനെ തുടർന്ന് വിധി പറയുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരുന്നു. തുടർന്ന് പോലീസ് പ്രതിയെ ഞായറാഴ്ചയായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നു. പല ഘട്ടങ്ങളായിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഈ പ്രതികൾ നടത്തിയിരുന്നു. ഒരു വണ്ടി ഇടിച്ചതുമായി ബന്ധപ്പെട്ട ചെറിയ വാക്കുതർക്കമാണ് പിന്നീട് അബ്ദുൽ ജലീലിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിലേക്കും കരിങ്കല്ലുകൊണ്ട് അയാളുടെ തലയിൽ അതിക്രൂരമായ ഒരു കൊലപാതകത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വിധി ഉണ്ടായിരിക്കുന്നത്.